നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2021 ഒക്ടോബർ മാസത്തിൽ നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസികളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വിലയേക്കാൾ നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇപ്പോൾ ആ കോയിനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റ് ക്രാഷിൽ നല്ല രീതിയിൽ ഡൗൺ ആയി നമ്മൾ അന്ന് പറഞ്ഞ വിലയേക്കാൾ താഴെ അല്ലെങ്കിൽ ആ ഒരു വിലയിൽ തന്നെയാണ് പല കോയിനുകളും ഇപ്പോൾ നിൽക്കുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ആ 2 വീഡിയോസ് ആദ്യമേ തന്നെ കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് 100 രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന കുറച്ച് കോയിനുകളെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് കോയിനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ തവണയും പറയാറുള്ള പോലെ തന്നെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് ലൂപ്രിംഗ് ആണ്. LRC എന്ന് പറയുന്ന ടോക്കണാണ്. എന്താണ് ലൂപ്രിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ പ്രോട്ടോക്കോളാണ് ലൂപ്രിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് എത്തേറിയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലൂപ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടോക്കോൾ പ്രവർത്തിച്ചു പോകുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെ ഗുണങ്ങളും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെ ഗുണങ്ങളും തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒന്നാണ് ലൂപ്രിംഗ് എന്ന് പറയുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 74ാം റാങ്കിൽ നിൽക്കുന്ന ഒന്നാണ് ലൂപ്രിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 73 രൂപയാണ്. 100 രൂപയ്ക്ക് താഴെയാണ്. 73 രൂപയാണ് അതിൻ്റെ കറൻറ്റ് പ്രൈസ്. ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത് 287 രൂപയാണ്. സോ അത്ര വലിയൊരു എമൗണ്ടിൽ നിന്ന് 287 രൂപയിൽ നിന്ന് ഒരു 73 രൂപയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ലൂപ്രിംഗിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലൂപ്രിംഗിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ബൈനാൻസിൽ ഒരു ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതാ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രൈസ് ഒരു ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ലോവർ ലോ ആൻഡ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പ്രൈസ് ഇവിടെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഇവിടെ പ്രൈസിനൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഐഡിയൽ ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ഈ രീതിയിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ എന്താ പറയുക, ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്ക്, ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലൂപ്രിംഗിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. സോ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എങ്ങാനും ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അധികം നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് തന്നെ, ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്ക് തന്നെ ഈ ഒരു ലൂപ്രിംഗ് എന്ന് പറയുന്ന കോയിൻ്റെ പ്രൈസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, LRC എന്ന് പറയുന്ന ടോക്കണിൻ്റെ പ്രൈസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 249% പ്രോഫിറ്റ് നമുക്ക് ആയിക്കഴിഞ്ഞു. ഏകദേശം ഒരു 2 ഇരട്ടിയേക്കാൾ മുകളിൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു 2 ഇരട്ടിയേക്കാൾ മുകളിൽ പ്രോഫിറ്റ് നമുക്ക് ലൂപ്രിംഗിൽ നിന്ന് അതൊരു ഓൾ ടൈം ഹൈ എത്തിക്കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് LRCയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക, അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ കോയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കോയിനാണ്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കോയിനാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് കാർഡാനോ എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഒന്നും തന്നെ അപ്ഗ്രേഡിന് ശേഷം നമുക്ക് കാർഡാനോയിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അപ്ഗ്രേഡിന് മുൻപ് വരെ അപ്ഗ്രേഡ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കാർഡാനോയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പേര് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അത്രയും ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു അപ്ഗ്രേഡൊക്കെ സംഭവിക്കാൻ പോകില്ല. സോ ഇനിയും പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് കരുതി ബൈ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ പെട്ടുകിടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും അപ്ഗ്രേഡ് കൊണ്ട് കാർഡാനോയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാർഡാനോയ്ക്കകത്ത്. മാത്രമല്ല സ്മാർട്ട് കോൺട്രാക്റ്റുകളായാലും DeFi ആപ്ലിക്കേഷൻസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുതിയ ഡെവലപ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് കാർഡാനോ എന്ന് പറയുന്നത്.
പെട്ടെന്ന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പ്രൈസിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കാർഡാനോയിൽ ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ് നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ബിയർ മാർക്കറ്റ് സമയത്ത് കാർഡാനോ വാലറ്റുകളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാർഡാനോ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ വലിയ രീതിയിലുള്ളൊരു ഗ്രോത്താണ് കാർഡാനോ വാലറ്റുകളുടെ എണ്ണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതും ഈ ഒരു വർഷം 2022 ജനുവരി മുതൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാർഡാനോ വാലറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊജക്റ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ ആൾക്കാർക്ക് ഈ ഒരു കാർഡാനോ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ ഈ ഒരു ബിയർ മാർക്കറ്റ് നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാർഡാനോയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാർഡാനോയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു USDT പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്, ബൈനാൻസിലെ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയ, അതായത് 0.9 മുതൽ 1.127 എന്ന് പറയുന്ന പ്രൈസ് വരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിൽ ഒരു റിജക്ഷൻ സംഭവിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ വീണ്ടും ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കറൻ്റ്ലി ഒരു ഡൗൺ ട്രെൻഡിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഈ രീതിയിലൊരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ലൈനിലെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു ലോങ് ടൈമിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അതല്ല നിങ്ങളൊരു സ്വിംഗ് ട്രേഡൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഈ ഓൾ ടൈം ഹൈയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 170% പ്രോഫിറ്റ് നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ ഇരട്ടിയിൽ അധികം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നമുക്ക് കാർഡാനോയിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അൽഗോറാണ്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമതായിട്ടുള്ളത്. അൽഗോറാണ്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള പല ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകൾക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എഫിഷ്യൻസി കുറവായിരിക്കും. ഇപ്പോൾ ട്രാൻസാക്ഷൻ സ്പീഡ് ആയാലും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയാലും ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് പല പുതിയ പ്രൊജക്റ്റുകളും ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ അൽഗോറാണ്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വന്നിട്ടുള്ളതും ഈ രീതിയിലുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകളുടെ എഫിഷ്യൻസി പരിഹരിക്കാനാണ്, എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അൽഗോറാണ്ട് വന്നിട്ടുള്ളത്. അൽഗോറാണ്ടിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 74 രൂപ മാത്രമാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 26ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കോയിനാണ് അൽഗോറാണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 212 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അൽഗോറാണ്ടിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ചാർട്ടിലാണ്. നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ള കോയിനുകളിലെല്ലാം കണ്ട പോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. $0.6 മുതൽ $0.8 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു, പിന്നീട് പല തവണ ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നല്ലൊരു ഡിമാൻഡ് സോണിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു 3 ടാർഗറ്റ് പോയിൻറ്റ്സ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1.79 ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 2.14 ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടാർഗറ്റ് പോയിന്റ്സ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 78 അല്ലെങ്കിൽ ഒരു 80% പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ടാർഗറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 118% പ്രോഫിറ്റ് നമുക്ക് ആയിക്കഴിഞ്ഞു. ഇനി ഓൾ ടൈം ഹൈ ആയിട്ടുള്ള മൂന്നാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 158% പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. സോ വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും അൽഗോറാണ്ടിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ 4ാമത്തെ കോയിൻ എന്ന് പറയുന്നത് റിപ്പിൾ എന്ന് പറയുന്ന കോയിനാണ്, XRP എന്ന് പറയുന്ന കോയിനാണ്.
എന്താണ് XRP എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് XRP എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ പേയ്മെൻറ്റ് സിസ്റ്റങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് റിപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണ് XRP എന്ന് പറയുന്ന ടോക്കൺ, അല്ലെങ്കിൽ റിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനമായിട്ടുള്ള എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാങ്കുകളെയും പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സിനെയും ഡിജിറ്റൽ അസറ്റ് എക്സ്ചേഞ്ചുകളെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വളരെയധികം ചിലവ് കുറഞ്ഞതും എഫിഷ്യൻ്റ് ആയതുമായ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളിൽ ഒന്നാണ് XRP എന്ന് പറയുന്നത്. XRPയുടെ വില വെറും 100 രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ 6ാം റാങ്കിൽ, മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 6ാം റാങ്കിൽ നിൽക്കുന്ന ഒന്നാണ് XRP എന്ന് പറയുന്നത്. അതിൻ്റെ കറൻറ്റ് പ്രൈസ് 62 രൂപ മാത്രമാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ 147 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് XRPയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു സിമെട്രിക്കൽ വെഡ്ജ് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്കിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അതുവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് XRPയിൽ ചെയ്യാനായിട്ടുള്ളൂ. ഒരു ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 0.8 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും XRP വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ല ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 100% മുകളിൽ, അതായത് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഇരട്ടി തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ഒരു എൻട്രി എടുക്കുക. ഇതൊരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.